ഏതൊരു സംരംഭകന്റെ ഈ പ്രൊഡക്റ്റുകളിൽ ലേബൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലേബൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, ആദ്യമേ തന്നെ വലിയ ക്വാണ്ടിറ്റി സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് വെക്കും. അതിൽ തന്നെ MRPയും ബാച്ച് നമ്പറും എല്ലാം പ്രിന്റ് ചെയ്ത് വെക്കും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബാച്ച് നമ്പർ നമ്മൾ അടിക്കണം ഉള്ളത് ഓരോ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തിറങ്ങുമ്പോൾ ബാച്ച് നമ്പർ വേണം എന്നുള്ളത് ഇപ്പോൾ നിർബന്ധമാണ്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ബാച്ച് നമ്പർ നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടി വരുമ്പോഴോ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ആയാൽ ഏത് ബാച്ച് നമ്പർ ഉപയോഗിച്ച് പോയ പ്രൊഡക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ ആ ബാച്ച് നമ്പർ നമ്മൾ അടിക്കുന്നത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയാണ് ബാച്ച് നമ്പർ അടിക്കുന്നത്. പിന്നെ വലിയ ക്വാണ്ടിറ്റി സ്റ്റിക്കർ എല്ലാം പ്രിന്റർ അടിക്കുക, MRP ബാച്ച് നമ്പർ ഒക്കെ അടിച്ചാൽ മാർക്കറ്റിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് മാറ്റാൻ സമയത്ത് ഇത് ഓൾറെഡി പ്രിന്റ് ചെയ്ത് പോയത് കൊണ്ട് നമുക്കത് സാധ്യമല്ല. പക്ഷെ അതിനുള്ള പരിഹാരമാണ് MRP ബാച്ച് നമ്പർ അടിക്കുന്ന ഭാഗത്ത് ആ ഭാഗം ഒഴിച്ചിടുകയും അവിടെ പിന്നീട് നമ്മൾ സ്റ്റിക്കർ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യാൻ സമയമാകുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഈ കാണുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് ആ ഭാഗത്ത് പേന വെച്ച് ഇങ്ങനെ എഴുതുമായിരുന്നു. അതെല്ലാം ഇന്നിപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. മാത്രമല്ല അതൊന്നും ആരും മാർക്കറ്റിൽ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. അതിനൊക്കെ ചെറിയ ചെറിയ മെഷീൻ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റിക്കർ ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കർ, ആ സ്റ്റിക്കറിന്റെ അല്ലെങ്കിൽ പൗച്ചിന്റെ ആ ഏരിയയിൽ, അതായത് MRP ബാച്ച് നമ്പർ വരുന്ന ഏരിയയിൽ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും കുറഞ്ഞ ആ ഇതിൽ വരുന്ന ഒരു മെഷീനാണ് ഇതെന്ന് പറയുന്നത്. മാനുവൽ ബാച്ച് കോഡിംഗ് മെഷീനാണ്. ഇതിന് ഏകദേശം നല്ലൊരു ക്വാളിറ്റി മെഷീനാണ് ഇത്. അത്യാവശ്യം നമുക്ക് ഇതിന്റെ ഡൈ ചേഞ്ച് ചെയ്തിടാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആ തരത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം 2300 രൂപയാണ് അതിന് വരുന്നത്. അത് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്കാണെങ്കിൽ ആ 2300ന്റെ അത് വെച്ച് ചെയ്യാം. അതിൽ 4 ലൈൻസ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അത് പിന്നെ അതിലുള്ളൊരു ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റിയിടുക എല്ലാം ചിലപ്പോൾ അധികം ബിസിനസ് ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് തുടങ്ങാം. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ആവറേജ് ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള മറ്റൊരു മെഷീനാണ് റിബൺ കോഡിംഗ് മെഷീൻ എന്ന് പറയും. ഇത് നമ്മുടെ പണ്ട് ടൈപ്പ് റൈറ്ററിന് വന്നിരുന്ന പോലെ റിബൺ ആണ്. നമുക്ക് ഇവിടെ ഇതിന്റെ ഡൈ മാറ്റിയിടാൻ പറ്റും. ഈ ഡൈ മാറ്റി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിലും 4 ലൈൻസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിന്റെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് മെറ്റലാണ്. അതുകൊണ്ട് നമുക്ക് നോക്കി ഇടാനും നോക്കി സെറ്റ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. വേറൊന്നുമില്ല, ഇവിടെ പേപ്പർ, നമ്മുടെ സ്റ്റിക്കറോ അല്ലെങ്കിൽ പൗച്ചോ ഇവിടെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ സെറ്റ് ചെയ്തത് ആ സെറ്റ് അനുസരിച്ച് കിട്ടുന്നുള്ളതാണ്. ഇതിന്റെ തന്നെ വേറൊരു വെർഷൻ ഉണ്ട്. ഇതിപ്പോ മാനുവലാണ്. ഇതിന്റെ തന്നെ മറ്റൊരു വെർഷനാണ് ഓട്ടോമാറ്റിക്. അത് നമ്മൾ ആ സ്വിച്ച് ഉണ്ടല്ലേ, നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നമ്മൾ അത് മാത്രം മാറ്റി കൊടുത്തത്. പക്ഷെ ഞങ്ങൾ അത് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സാധാരണക്കാർക്ക് ഇത് ഏകദേശം 8500 rupees ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ്. ആ ആവശ്യക്കാർക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ ചില ആളുകൾക്ക് നല്ല ക്വാളിറ്റിയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റ് പോലെയുള്ള ക്വാളിറ്റിയുള്ള MRP ബാച്ച് നമ്പർ ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, മാത്രമല്ല ഓൺലൈനായിട്ട് നമുക്ക് ബോട്ടിലുകൾ അതുപോലെ ഇതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അടിക്കുന്നതിന് വേണ്ടി നമുക്ക് MRP ബാച്ച് നമ്പർ അടിക്കുന്നത് ഈ ഒരു മെഷീനാണ് അതിന് സൗകര്യം എന്ന് പറയുന്നത്. കൈകൊണ്ടും നമുക്ക് എവിടെയും കൊണ്ടുപോയി പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത കഴിഞ്ഞ പ്രൊഡക്റ്റിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ പ്രിന്റ് കമ്പ്യൂട്ടറാണ്. മാത്രമല്ല ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് മെഷീനാണിത്. ഇതിന് മുമ്പുണ്ടായ ഓൺലൈൻ കോഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ എല്ലാം വന്നിരുന്നത്. അതിന് വലിയ സെറ്റപ്പും കാര്യങ്ങളല്ല. ഇന്നിപ്പോ ഏറ്റവും ചെറിയ രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെഷീനാണ്. ഏകദേശം 14 രൂപ സംതിങ് ആണ് വരുന്നത്. കാട്രിഡ്ജ് ഈ പ്ലാസ്റ്റിക്കിൽ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മാഞ്ഞു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ കാട്രിഡ്ജ് വില കൂടിയ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16,000 രൂപയാണ് വരുന്നത്. ഇതിലേതെങ്കിലും മെഷീനറികൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ MRP ബാച്ച് നമ്പറെല്ലാം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്നത്തെ മാർക്കറ്റിൽ അതെല്ലാം ആവശ്യമാണ് തുടങ്ങുന്നവർക്ക്. ഞങ്ങളുടെ വീഡിയോകളിൽ 500 രൂപക്കെല്ലാം ബിസിനസ്, 5000 രൂപക്കെല്ലാം ബിസിനസ് തുടങ്ങാൻ പറയുന്ന ആളുകൾക്കൊന്നും തൽക്കാലം ഇത് വേണ്ടി വരില്ല. അവർക്കൊക്കെ തൽക്കാലം ആ സ്റ്റിക്കർ അടിക്കുമ്പോൾ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വരുന്നുള്ളൂ, അവിടെ തന്നെ അടിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് ബിസിനസിന്റെ അടുത്ത ലെവലിലേക്ക് പോയവർക്കുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്തായാലും മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുക അത് നമുക്ക് ആവശ്യമാണോ എന്നുള്ളത്. കാരണം മെഷീൻ കമ്പനികളെല്ലാവരും അത് പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ നടക്കുക. ഞങ്ങൾ പോലും ആരോടും മെഷീൻ വാങ്ങണ്ട എന്നാ പറയാം. ഞങ്ങളുടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ പറ്റാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഇതെല്ലാം കൂടെ മുൻനിർത്തിയാണ്. ഇതൊന്നും വാങ്ങിക്കാതെ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്സാണ് ഞങ്ങളുടെ വീഡിയോകളിലൂടെ 5000 രൂപക്ക് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആ 5000 രൂപ
ബിസിനസ് തുടങ്ങി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മെഷീനറികളും സ്റ്റാഫും അതുപോലെ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്താവുന്നതുകൊണ്ട് ഞങ്ങളുടെ മറ്റു വീഡിയോകളിൽ എങ്ങനെ ബിസിനസ് തുടങ്ങണം, എത്ര കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതുള്ള വീഡിയോകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.